ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇപ്പോൾ 2025 ഈ സെപ്റ്റംബർ മാസത്തിൽ വിളിച്ചിരിക്കുന്ന EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. ഓക്കെ, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് TGT PGT 7000-ലധികം പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്, പ്ലസ് നോൺ ടീച്ചിങ്. അപ്പം ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, എന്തെല്ലാം സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് വേണം, എന്തെല്ലാം കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പൊ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റത്തില്ല. രണ്ട് രീതിയിലാണ് പറയാൻ പറ്റുന്നത്. കാരണം ഞാനിത് അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഫുള്ള് ആപ്ലിക്കേഷനിൽ കയറാൻ പറ്റത്തില്ല. അപ്പൊ വേറൊരാള് ആദ്യം ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് കാണിക്കും. രണ്ടാമത് വേറൊരാൾ ചെയ്ത ആപ്ലിക്കേഷന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് വീഡിയോ ചെയ്യും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് കാണുക, കേൾക്കുക, ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു പോവുക. അതിനു മുമ്പ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്ത് വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഫോട്ടോയുടെ സൈസ് കാര്യങ്ങൾ അറിയണം. അപ്പൊ ഫോട്ടോ, സിഗ്നേച്ചർ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്ത് സ്കാൻ ചെയ്ത് വെച്ചിട്ട് വേണം ആപ്ലിക്കേഷൻ അയച്ചു തുടങ്ങാനായിട്ട്. പിന്നെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, അത് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. അപ്പൊ അത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് നമുക്ക് EMRS എന്ന് പറഞ്ഞ് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട്, ഇതാണ് EMRSന്റെ സൈറ്റ് എന്ന് പറയുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ്. ഓക്കെ, ഇതാണ് EMRSന്റെ സൈറ്റ്. ഈ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതില് ആപ്ലിക്കേഷൻ അയക്കാനുള്ള കാര്യങ്ങളും ഇത് സംഭവങ്ങളും എല്ലാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏകലവ്യയില് കയറിയിട്ട് ഡയറക്റ്റ് കയറി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഡയറക്റ്റ് എങ്ങനെ പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് സെപ്പറേറ്റ് പോർട്ടൽ ഉണ്ട് ആപ്ലിക്കേഷൻ അയക്കുന്നതിനായിട്ട്. അതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക. അതിൽ EMRS അപ്ലൈ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഇതുപോലെ EMRS അപ്ലൈ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ആദ്യം EMRS എന്ന് പറഞ്ഞ നമ്മുടെ നോർമൽ നെസ്റ്റിന്റെ സൈറ്റ് വരും, അതായത് ഈ സൈറ്റ് വരും. ഓക്കെ, അത് നോക്കണ്ട. രണ്ടാമത് അത് കഴിഞ്ഞിട്ട് താഴെ എക്സാമിനേഷൻ മാനേജ്മെന്റ് സർവീസ് എന്ന് പറഞ്ഞ ഇവിടെ വരുന്നുണ്ട്. കണ്ടോ, പുതിയ പോർട്ടലാണ് എക്സാമിനേഷൻ മാനേജ്മെന്റ് സർവീസ്, നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ്, അതായത് NEST എന്ന് പറഞ്ഞു. ഓക്കെ, NEST ആണല്ലോ നടത്തുന്നത്, നമ്മൾ കണ്ടാണല്ലോ NEST ആണല്ലോ ഇവിടെ നടത്തുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡന്റ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അതായത് താഴെ എക്സാമിനേഷൻ മാനേജ്മെന്റ് സർവീസ്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു പേജാണ്. നിങ്ങൾ എവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആദ്യം കാണാൻ കഴിയുന്ന പേജ് ഇതാണ്. ഓക്കെ, അതിൽ 3 ഘട്ടമായിട്ട്, ഒന്ന് സ്റ്റെപ്പ് ടു അപ്ലൈ ഓൺലൈൻ, രണ്ടാമത് രജിസ്റ്റർ യുവർ സെൽഫ് ഫോർ ദ എബോവ് മെൻഷൻഡ് എക്സാമിനേഷൻ, ഓൾറെഡി രജിസ്റ്റേർഡ്, ഇങ്ങനെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് പ്രധാനമായിട്ടും ഒരു 3 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഒന്ന്, നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ, അതായത് OTR എന്ന് പറയുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം ആദ്യം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ഫുൾ നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസും ഫോട്ടോയും സൈനും ബാക്കി എല്ലാം കൊടുത്ത് അത് അപ്ലൈ ചെയ്യുക. ദെൻ എക്സാമിനേഷൻ ഫീസ് അടയ്ക്കുക. അതിനുശേഷം നിങ്ങളെ കൺഫർമേഷൻ പേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, ആ എക്സാമിനേഷന്റെ ഫീ കാര്യങ്ങൾ എന്തൊക്കെയുള്ളതെന്നുള്ളത് നമുക്ക് ഇതിലൂടെ തന്നെ കാണാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന്, ഇപ്പൊ ഈ ലൈവായിട്ടും കാണിച്ചു തരും. ബാക്കിയുള്ളത് നമ്മളെ കൊണ്ട് ലൈവിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വേറൊരാൾ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് പറഞ്ഞു തരികയും ചെയ്യും. ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഇവിടെ കാണുന്നത് ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ്, ഇത് മുൻപേ അതായത് OTR ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ PSCയിലൊക്കെ ചെയ്യത്തില്ല, അതുപോലെ ചെയ്തിട്ടുള്ളവർക്ക് ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യാം. അവരുടെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യാം. അല്ലാത്തവർ ചെയ്യേണ്ടതാണ് രജിസ്റ്റർ യുവർ സെൽഫ് ഫോർ ദി എബോവ് മെൻഷൻഡ് എക്സാമിനേഷൻ പറഞ്ഞ് താഴെ ന്യൂ രജിസ്ട്രേഷൻ പറഞ്ഞ് കിടപ്പുണ്ട്. കണ്ടോ, ന്യൂ രജിസ്ട്രേഷൻ. ആ ന്യൂ രജിസ്ട്രേഷനിൽ ആദ്യം എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങൾ വരും. ഒന്ന് രജിസ്ട്രേഷൻ, 2 ആപ്ലിക്കേഷൻ ഫോം, 3 ഫീ പേയ്മെന്റ്. ഓക്കെ, ഇങ്ങനെ 3 കാര്യങ്ങളാണ്. അപ്പൊ ഈ 3 ഘട്ടമാണ് നമുക്കുള്ളത് ഫില്ലപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഫോം, ഫീ പേയ്മെന്റ്. ഓക്കെ, അതിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് വേണമെങ്കിൽ ഡൗൺലോഡ് എടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് കാണുന്നത്
ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് റീഡ് ഇൻസ്ട്രക്ഷൻസും പ്രൊസീജിയറും ആദ്യം മുൻകൂട്ടി വായിക്കണമെന്നും നന്നായിട്ട് വായിച്ചു നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാവൂ എന്നും ഒക്കെ. അതായത് ബിഫോർ പ്രൊസീഡിംഗ് എൻഷുർ ദാറ്റ് യു മീറ്റിംഗ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സ്പെസിഫൈഡ് ഫോർ ദ പോസ്റ്റ് യു ഇന്റൻഡഡ് ടു അപ്ലൈ ഫോർ. അതായത് അതിനുവേണ്ടി പ്രത്യേക വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലേ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം TGT എന്താണ് ക്വാളിഫിക്കേഷൻ? ബേസിക് ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. B.Ed പ്ലസ് അതുപോലെ തന്നെ CTET 2 ആണ്. പിന്നെ അതിന്റെ സബ്ജക്ട് കോമ്പിനേഷൻ ഉണ്ട്. TGTയുടെ ഓരോ സബ്ജക്റ്റിന്റെയും അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ PGTയുടെ ക്വാളിഫിക്കേഷൻ PG പ്ലസ് B.Ed ആണ്. CTETോ KTETോ നെറ്റോ സെറ്റോ ഒന്നും വേണ്ട. അതിന്റെയും സബ്ജക്ട് കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ട്. അതും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് തീരുമാനിക്കുക എന്നാണ് അവർ പറയുന്നത്. അതിൽ ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പൾ, PGT, TGT, നോൺ ടീച്ചിങ്, പിന്നെ അതുപോലെ വികലാംഗരായിട്ടുള്ളതും SC/ST കാൻഡിഡേറ്റ്സിന് ആയിട്ടുള്ള ഫീമെയിലിന്റെ ആയിട്ടുള്ള ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം സോറി, ഓക്കെ, അപ്പം നോക്കാം. നമ്മൾ ഫീസിന്റെ കാര്യം, പ്രിൻസിപ്പലിന് പ്രോസസിംഗ് ഫീ 500, ടോട്ടൽ 500 രൂപയാണ്. അതായത് ആദ്യം അതായത് ഇതിൽ ഒന്ന് ആലോചിക്കാനുള്ളത്, ഫോർ ഫീമെയിൽ SC/ST PWBD കാൻഡിഡേറ്റ്സ് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീസാണ്, റീഫണ്ട് ചെയ്യത്തില്ല. അതില് ഫീമെയിൽസിന് എന്തില്ല, മറ്റേ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഓൺലി രജിസ്ട്രേഷൻ ഫീസ് ഓൺലി 500 രൂപ ഫീമെയിൽസിനും. അതായത് സ്ത്രീകൾക്ക്, അതായത് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സ്ത്രീകൾക്ക്. ബാക്കിയുള്ള എല്ലാവർക്കും 40 വയസ്സാണ് ജനറൽ ആയിട്ട്. പക്ഷേ സ്ത്രീകൾക്ക് മാത്രം, ഗേൾസിന് മാത്രം 50 വയസ്സ് വരെ പോസ്റ്റ് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ അവർക്ക് ഫീസിന്റെ കൺസെപ്ഷനും തന്നിട്ടുണ്ട്. അത് സ്ത്രീകൾക്ക് ആപ്ലിക്കേഷൻ ഫീ ഇല്ല, ഉള്ളി പ്രോസസിംഗ് ഫീ മാത്രമേ ഉള്ളൂ. അത് ലേഡീസ് ആണെങ്കിൽ പ്രിൻസിപ്പൽസിന് 500 രൂപയാണ്, PGT TGTക്കും 500 രൂപയാണ്, നോൺ ടീച്ചിങ് സ്റ്റാഫിന് അപ്ലൈ ചെയ്യുന്നതിനും 500 രൂപയാണ് ഫീ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അതർ ഫീമെയിൽ അല്ലാത്ത, SC/ST അല്ലാത്ത, PWD അല്ലാത്ത കാൻഡിഡേറ്റ്സിന്, ജനറൽ കാൻഡിഡേറ്റ്സിന് എങ്ങനെയാണ് ഫീസ്? ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2000 രൂപ ആപ്ലിക്കേഷൻ ഫീസ്, 500 രൂപ പ്രോസസ്, അങ്ങനെ ടോട്ടൽ 2500 രൂപയാണ്. PGT TGT ആണെങ്കിൽ 1500ഉം 500ഉമാണ്, അങ്ങനെ 2000 ആണ് ഫീസ്. നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ ഓരോ പെർ പോസ്റ്റ് ഒരുപാട് പോസ്റ്റ് അപേക്ഷിക്കണമെങ്കിൽ അത്രയും ഫീസ് അടയ്ക്കേണ്ടി വരും. ആ നോൺ ടീച്ചിങ് പോസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ പെർ പോസ്റ്റിന് 1000 പ്ലസ് 500, അതായത് 1500 ആണ് ടോട്ടൽ ഫീസ്. അപ്പൊ പ്രിൻസിപ്പൽസിന് 2500 രൂപയാണ് ഫീസ്, TGT PGT 2000 ആണ് ഫീസ്. നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ ഫീസ് എന്ന് പറയുന്നത് 1500 ആണ്. ഒരു പോസ്റ്റിനാണ് 1500. ഒന്നിൽ കൂടുതൽ പോസ്റ്റ് അപേക്ഷിക്കണമെങ്കിൽ അത് ഡബിൾ ചെയ്ത് വരും. ഓക്കെ, പ്രോസസിംഗ് ചാർജ് ഓൺ ദ ആപ്ലിക്കേഷൻ ഫീ ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ്, അതായത് ടാക്സ് എല്ലാം കൂടെ ചേർത്തായിരിക്കും വരുന്നത്. അപ്പൊ സ്റ്റെപ്പ് 1 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈനൈസേഷൻ ആണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്ക് രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ് ഒക്കെ തരും. അതിനനുസരിച്ചാണ് ബാക്കി സെക്കൻഡ് ചെയ്യാനുള്ളത്. പിന്നെ അതിന്റെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയക്കുന്നതിനുള്ള ഇമേജിന്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ആദ്യം ഒന്ന് പഠിക്കുക. ഓക്കെ, അതായത് the scanned photograph and signature must be in JPG format. JPG ഫോമാറ്റുള്ളതായിരിക്കണം. സൈസ് ഓഫ് ദ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 10 KB and 200 KB കേട്ടോ. 10 KBക്കും 200 KBക്കും ഇടയിലുള്ള JPG ഫോമാറ്റിലുള്ള ഫോട്ടോയാണ് വേണ്ടത്. രണ്ടാമത് സിഗ്നേച്ചർ എന്ന് പറയുന്നത് 10 KBക്കും 50 KBക്കും ഇടയിലുള്ള JPG ഫോർമാറ്റിലുള്ള സിഗ്നേച്ചർ ആണ്. ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സിഗ്നേച്ചർ ഇട്ട് സ്കാൻ ചെയ്ത് ഈ ഒരു സൈസിൽ സ്കാൻ ചെയ്ത് എടുക്കുക. ദ ഫോട്ടോഗ്രാഫ് മസ്റ്റ് ബി എയ്തർ കളേർഡ് ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബട്ട് ഷുഡ് ഹാവ് എ ക്ലിയർ കോൺട്രാസ്റ്റ്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ ആവാം, പക്ഷെ നല്ല തെളിച്ചം ഉണ്ടായിരിക്കണം ഫോട്ടോയ്ക്ക്. ഓക്കെ, സൈസ് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ പിന്നെ ഒരു കാര്യം ആദ്യമേ പറയാനുള്ളത്, നിങ്ങളെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു 3 സ്റ്റെപ്പാണെന്ന് പറഞ്ഞു. ഈ 3 സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, തെറ്റ് വന്നാൽ തിരുത്തുവാൻ കഴിയുന്നത്. അല്ലാതെ നമ്മൾ റെയിൽവേയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മറ്റ് പോസ്റ്റുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞതിന് ശേഷം കാൻഡിഡേറ്റ് മസ്റ്റ് കെയർഫുള്ളി എൻ്റർ ദെയർ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെന്റ്സ് ആസ് നോ മോഡിഫിക്കേഷൻ വിൽ ബി അലൗഡ് ആഫ്റ്റർ ഫൈനൽ സബ്മിഷൻ. നിങ്ങൾ ഫൈനൽ ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നീട് ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. യാതൊരു വിധമായിട്ടുള്ള മുന്നറിയിപ്പും ഇല്ലാതെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റാസ് തെറ്റാണെങ്കിൽ ആപ്ലിക്കേഷൻ നിരസിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ പറയുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എഡിറ്റ് ഓപ്ഷൻ കൊടുത്ത് കറക്റ്റ് ഒന്നും കൂടെ നോക്കി 2 or 3 തവണ പ്രൂഫ് റീഡ് ചെയ്ത് വായിച്ച് നോക്കിയ ശേഷം മാത്രം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഓക്കെ. സ്റ്റെപ്സ് 2 എന്ന് വെച്ചാൽ അപ്ലൈഡ് ഫോർ ദ ഡിസൈഡ് പോസ്റ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ പോസ്റ്റ് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാനും മറ്റുമൊക്കെയുള്ള സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ കൊടുക്കാനുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത്തത് പേയ്മെന്റ് ആണ്. എക്സാമിനേഷൻ ഫീസ് പേയ്മെന്റ് ചെയ്യാനുള്ളതാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ. ഇനി ഇത് പിന്നീട് പറയേണ്ടതാണ്, ഇതിൽ കൂടെ തന്നെ പറഞ്ഞത്. ഇപ്പൊ ഇൻസ്ട്രക്ഷൻസ് അബൌട്ട് പാസ്വേഡ് എന്നുള്ളതാണ്. പാസ്വേഡ് നിങ്ങൾ മൊബൈലിൽ പലതിന്റെയും പാസ്വേഡ്, ബാങ്കിന്റെ പാസ്വേഡും മറ്റുമൊക്കെ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതായത് പാസ്വേഡ് ചെയ്യുന്ന സമയത്ത് ഒരു 8 ക്യാരക്ടേഴ്സ് 8 നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അതില് പാസ്വേഡ് മറ്റ് 8 to 13 ക്യാരക്ടേഴ്സ്. അതായത് 8 കുറയാനും പാടില്ല, 13 കൂടാനും പാടില്ല. അതായിരിക്കണം പാസ്വേഡ് എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസും ലോവർ കേസ്. അതായത് ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു സ്മാൾ ലെറ്ററും ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു നമ്പർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം അതിൽ. അത് നിങ്ങൾക്ക് സ്ലാഷോ ഹാഷോ @ പെർസെന്റേജ് എന്ത് വേണം കൊടുക്കുക. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് മറന്നുപോകാത്ത രീതിയിലുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിന്റെ പേരും കൊടുത്ത് 2025 @ കൊടുത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. അതിന്റെ ആവശ്യമില്ല, നമ്മൾ അത് പോകുക. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വായിച്ചു നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കി എന്ന് പറഞ്ഞ ഇവിടെ ക്ലിക്ക് ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ദെൻ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ്. ഈ പ്രൊസീഡ് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് കൊടുക്കുക. അതിൽ കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു. പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡന്റ് EMRS സ്റ്റാഫ് സെലക്ഷൻ എക്സാമിനേഷൻ 2025 പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു വരും. അതിൽ കാൻഡിഡേറ്റ്സ് നെയിം കൊടുക്കുക. അതായത് അവിടെ കറക്റ്റ് ഓരോന്നിന്റെ ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഹൈസ്കൂളിലുള്ള 10th സർട്ടിഫിക്കറ്റിലുള്ള അതേ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫാദർ നെയിം കൊടുക്കുക. അത് ഫാദറിന്റെ സർട്ടിഫിക്കറ്റിലുള്ള നെയിം കൊടുക്കുക. മദറിന്റെ സർട്ടിഫിക്കറ്റുള്ള നെയിം കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുക. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുക. നിങ്ങളുടെ ജെൻഡർ പലപ്പോഴും റെയിൽവേക്ക് അപ്ലൈ ചെയ്തപ്പോൾ പലർക്കും തെറ്റിപ്പോയത് മെയിലിന് ഫീമെയിലും ഫീമെയിലിന് മെയിലൊക്കെ ഇട്ട് വെച്ചു. പിന്നെ തേർഡ് ജെൻഡർ ആണെങ്കിൽ അത് ഇട്ട് വെച്ചു. അങ്ങനെ ഭയങ്കരമായ ഇഷ്യൂസ് വന്നു. അതൊക്കെ ആണെങ്കിലും അപേക്ഷ നിരസിക്കും. അപ്പൊ നോക്കിയോ, ജെൻഡർ ടൈപ്പ് ചെയ്യുക. ദെൻ ഐഡന്റിറ്റി ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ഇവിടെ കൊടുക്കും. ഓക്കെ. ഐഡന്റിറ്റി ടൈപ്പ് ആണ് അടുത്ത നെക്സ്റ്റ് വരുന്നത്. ഓക്കെ. ഐഡന്റിറ്റി ടൈപ്പ് അതിൽ നിങ്ങൾക്ക് പാൻ കാർഡ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, വോട്ടേഴ്സ് ID കൊടുക്കാം, റേഷൻ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ് കൊടുക്കാം, ബാങ്ക് പാസ്പോർട്ട് വിത്ത് ഫോട്ടോഗ്രാഫ് കൊടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, എനി അതർ വാലിഡ് ഗവൺമെന്റ് ഐഡന്റിറ്റി വിത്ത് ഫോട്ടോഗ്രാഫ്. അതായത് ഫോട്ടോഗ്രാഫ് ഉള്ള ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഇത്രയും രേഖകൾ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ. ദെൻ അതിനുശേഷം ആ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കൈ കൊണ്ട് ടൈപ്പ് ചെയ്യണം. അതായത് ഈ നിങ്ങൾ മുകളിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നെയിം കൺഫേം ചെയ്യണം, ഫാദർ നെയിം കൺഫേം ചെയ്യണം, മദർ നെയിം കൺഫേം ചെയ്യണം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൺഫേം ചെയ്യണം, നിങ്ങളുടെ ജെൻഡർ ഇവിടെ കൺഫേം ചെയ്യണം. അതിവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ഇനി പ്രസന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഉണ്ട്. നിങ്ങളുടെ കൊടുക്കുന്ന മീൻസ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് പെർമനന്റ് അഡ്രസ് വെച്ചായിരിക്കും സാധാരണ എക്സാം സെന്റർ ഒക്കെ തരാറുള്ളത്. അപ്പൊ പരമാവധി നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ. പ്രസന്റ് അഡ്രസ്. അപ്പൊ പ്രസന്റ് അഡ്രസ് ഇവിടെ കൊടുക്കുക. ഇപ്പോഴും നിങ്ങൾ എവിടെയാണ് റിസൈഡ് ചെയ്യുന്നത് അത് കൺട്രി സ്റ്റേറ്റ് ഒക്കെ കൊടുക്കാണ്ട് അത് കൊടുക്കുക. പിൻകൂടെ കൊടുക്കുക. ദെൻ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്. ഓക്കെ. അതായത് നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. കറക്റ്റ് ആയിട്ടുള്ള ഇമെയിൽ ID ഇവിടെ ചെയ്യുക. ദെൻ ആ ഇമെയിൽ ID കൺഫേം ചെയ്യുക. മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. ആ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക. ഓക്കെ. ദെൻ പെർമനന്റ് അഡ്രസ് ആണ്. ഈ ഒരു പക്ഷേ നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഒന്നാണെങ്കിൽ സെയിം ആസ് എബോ കൊടുത്താൽ മതി, അവിടെ തന്നെ വരും. പക്ഷെ പെർമനന്റ് അഡ്രസ്സും അതുപോലെ തന്നെ പ്രസന്റ് അഡ്രസ്സും സെയിം അല്ലെങ്കിൽ സെയിം ആസ് എബോ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇനി ചൂസ് പാസ്വേഡ് കണ്ട അടുത്ത ഓപ്ഷനാണ് ചൂസ് പാസ്വേഡ് എന്ന് പറയുന്നത്. ആ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഈ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 8 മുതൽ 13 വരെയുള്ള ക്യാരക്ടർ വെച്ചിട്ടുള്ള ഒരു പാസ്വേഡ്, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് എപ്പോഴും നോക്കാം, ഇനി പരീക്ഷ തീരുന്നവരെ, ഓക്കെ, ലാസ്റ്റ് സെക്കൻഡ് ഇയർ കഴിയുന്നവരെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്.
മറന്നുപോകാത്ത രീതിയിലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് മൊബൈലിലോ ബുക്കിലോ ഡയറിയിലോ എവിടെയെങ്കിലും കുറിച്ച് വെക്കുകയും ചെയ്യുക. ഓക്കെ, പാസ്വേഡ് പിന്നെ കൺഫേം പാസ്വേഡ് കൊടുക്കുക. കൺഫേം പാസ്വേഡ് കൊടുത്തതിന് ശേഷം, അതായത് കൺഫേം പാസ്വേഡ് എന്ന് വെച്ചാൽ ആദ്യം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, ദെൻ അതൊന്നും കൂടി ടൈപ്പ് ചെയ്യുക, ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് യുവർ നെയിം ഓഫ് യുവർ ഫസ്റ്റ് സ്കൂള്, ഫേവറേറ്റ് കളർ, അതായത് നിങ്ങളുടെ പാസ്വേഡ് റീഗെയിൻ ചെയ്യുന്നതിന് തിരിച്ചെടുക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ചോദ്യം സെലക്ട് ചെയ്തിട്ട് വാട്ട് ഈസ് യുവർ പ്ലേസ് ഓഫ് ബർത്ത് അത് കൊടുത്താലും മതി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ കൊടുക്കുക, എന്നിട്ട് ആൻസർ ഇവിടെ ചെയ്യുക. ആ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക, വാട്ട് ഈസ് യുവർ പ്ലേസ് ഓഫ് ബർത്ത്. പ്ലേസ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് ഞാൻ എന്താ ഇവിടെ ട്രിവാൻഡ്രം TVM എന്ന് ഞാൻ കൊടുത്തു, ഇത് കണക്ക്. ഓക്കെ, TVM എന്ന് കൊടുത്ത് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ക്യാപ്ച വരും. ഇവിടെ ഈ കാണുന്നില്ല ഈ ക്യാപ്ച 433107, ആ ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്യുക, ദെൻ സബ്മിറ്റ് കൊടുക്കുക. ക്യാപ്ച ടൈപ്പ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ അടുത്ത പേജിലേക്ക്, ഇതാണ് അടുത്ത പേജ്. ഓക്കെ, സോറി, ഇത് ആദ്യത്തെ പേജ് തന്നെയാണ് കേട്ടോ, ഞാനതൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനിയുള്ള കാര്യം, ഇനി അങ്ങോട്ട് എനിക്ക് പോകണമെങ്കിൽ ഞാൻ ഇതെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, എന്റെ പേരും അഡ്രസ്സും എല്ലാം ടൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് എനിക്ക് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വേറൊരാൾ ചെയ്ത എന്താ പറയുക സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള അടുത്ത രണ്ടാമത്തെ പേജ് മുതലുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കും വരുന്നത്. നിങ്ങൾ അവിടെ കൊടുത്ത കാര്യങ്ങൾ, അക്കൗണ്ട് ഡീറ്റെയിൽസ് മീൻസ് നമ്മൾ കൊടുത്ത ഡാറ്റാസ്, നമ്മൾ കൊടുത്ത സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ്, സെക്യൂരിറ്റി ആൻസേഴ്സ്, പാസ്വേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. മദർ നെയിം, ഫാദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇതെല്ലാം വരും. അതെല്ലാം ഓക്കെ ആണെങ്കിൽ ടിക് 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 ചെയ്ത് വെരിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഡിക്ലറേഷൻ ഇവിടെ I agree കൊടുക്കുക. സോറി ഓക്കെ, ഇവിടെ ഇതെല്ലാം ടിക്ക് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, ഇവിടെ I agree കൊടുക്കുക. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം കൺഫേം അല്ലെങ്കിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട തെറ്റിപ്പോയോ, അഡ്രസ് ഇട്ട തെറ്റിപ്പോയോ, അച്ഛന്റെ പേരോ ഇൻഷ്യലോ തെറ്റിപ്പോയോ, ജെൻഡർ തെറ്റിയോ എന്ന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യണം. ഇവിടെ ഓപ്ഷൻ ഇവിടെ തന്നെ കിടപ്പുണ്ട്, ഇതിന് ഇവിടെ എഡിറ്റ് ഓപ്ഷൻ കൊടുത്ത് എഡിറ്റിലേക്ക് പോകുക. അപ്പൊ നമ്മൾ ആദ്യ പേജിലേക്ക് പോകും വീണ്ടും. ഓക്കെ, ഇനി ഓക്കെ ആണെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, I agree ടിക്ക് ചെയ്യുക. ദെൻ സബ്മിറ്റ്, സെൻഡ് OTP ഫോർ വെരിഫൈ മൊബൈൽ നമ്പർ. അതായത് ഈ സമയത്ത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഓക്കെ, നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം അത് വെരിഫൈ ആവും. അത് കഴിഞ്ഞ ശേഷം OTP കൊടുക്കുന്ന സമയത്ത് അടുത്ത സെക്ഷൻ ഇങ്ങനെ, അടുത്ത പേജ് ഇങ്ങനെ കാണിക്കുന്നു. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ ഫോം, കാൻഡിഡേറ്റ്സ് പ്രൊഫൈല്, വെരിഫൈ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID. അപ്പൊ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുകയാണ്. ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഇങ്ങനെ കാണും, ഒരു ടിക്ക് മാർക്ക് കാണിക്കും. ഇനി അടുത്തത് വെരിഫൈ ഇമെയിൽ ID ആണ്. അപ്പൊ കറണ്ട് സ്റ്റാറ്റസ് നിങ്ങളുടെ പേര് ഇവിടെ എഴുതി കാണിക്കും, രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും. ഓക്കെ, അപ്പൊ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ഇട്ടത് ഇങ്ങനെ കാണിക്കും, ടിക്കറ്റ് കാണിക്കും. ഇനി കാൻഡിഡേറ്റ് പ്രൊഫൈല് നിങ്ങൾ കംപ്ലീറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് കാണിക്കും, ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ഇൻകംപ്ലീറ്റ് എന്ന് കാണിക്കും. ദെൻ ഓക്കെ, എന്നിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് പ്ലീസ് നോട്ട് ഡൗൺ ദി രജിസ്ട്രേഷൻ നമ്പർ ഫോർ ഫ്യൂച്ചർ റെഫറൻസസ് ഫോർ സബ്സിക്വന്റ് ലോഗിൻസ് യൂസ് ദിസ് രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് ക്രിയേറ്റഡ് പാസ്വേഡ്. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക, അതുപോലെ പാസ്വേഡ് മറന്നുപോവുകയും ചെയ്യരുത്, നിങ്ങൾ പിന്നീട് കയറണമെങ്കിൽ. ഓക്കെ, അപ്പൊ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഇനി അപ്പം ഇത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, ദെൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കംപ്ലീറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, ആ കംപ്ലീറ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലോട്ട് പോകും. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, അതായത് ഞാൻ ഇവിടെ പറഞ്ഞത് നമ്മുടെ ആദ്യത്തെ പേജില് നമ്മുടെ മൊബൈൽ നമ്പറാണ് വെരിഫൈ ചെയ്ത് OTP ഒക്കെ വന്നു. ഇനി നമുക്ക് എന്തുണ്ട്, ഇമെയിൽ ID വെരിഫൈ ആവുന്നുണ്ട്, വെരിഫൈ ഇമെയിൽ ID. അതിനാണ് അടുത്ത പേജ് വരുന്നത്, വെരിഫൈ ഇമെയിൽ ID, നിങ്ങൾ കൊടുത്ത ആ ഇമെയിൽ ID. ഓക്കെ, അപ്പം ആ അടുത്ത പേജിൽ നിങ്ങളുടെ പേരും രജിസ്ട്രേഷൻ നമ്പർ കാണിക്കും. അപ്പൊ രജിസ്റ്റേർഡ് ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കുന്ന സമയത്ത് ആ ഇമെയിൽ IDയിലേക്ക് ഓൺ ടൈം പാസ്വേഡ് വരും. ഓൺ ടൈം പാസ്വേഡ് വരുമ്പോഴത്തേക്ക് ആ OTP ഇവിടെ കൊടുക്കുക. ജസ്റ്റ് വെരിഫൈ ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യും, വെരിഫൈ ആവും. ഓക്കെ, വെരിഫൈ ആയി കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് പേജിലേക്ക് പോകും.
ഇതാണ് നെക്സ്റ്റ് പേജിൽ കിടക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് പേജിൽ ഇങ്ങനെ കാണിക്കും, അതായത് കോൺടാക്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് എന്ന് കാണിക്കും, പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് എന്ന് കാണിക്കും, ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ഇൻകംപ്ലീറ്റ് എന്ന് കാണിക്കും. അതുപോലെ ഡോക്യുമെന്റ് അപ്ലോഡഡ്, ബാക്കി ഇത്രയല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇപ്പം അല്ലേ. ബാക്കി ഡോക്യുമെന്റ് അപ്ലോഡും പ്രൊഫൈൽ സബ്മിഷനും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് എന്ന് ഇപ്പൊ ഇത് കാണിക്കുന്നത് കേട്ടോ. ദെൻ രജിസ്ട്രേഷൻ നമ്പർ. ഇനി നോക്കിയോ, ഇനി നമ്മൾ ചെയ്യേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനാണ്. അപ്പൊ അതിന് താഴെ എന്ത് ചെയ്യുക, പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഇതിലേക്ക്, ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് പേഴ്സണൽ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള കോളംസ് ഇവിടെ വരും. എന്നിട്ട് അത് ഫില്ലപ്പ് ചെയ്യണം. നിങ്ങളെ ശ്രദ്ധിച്ച് ഫില്ലപ്പ് ചെയ്യുക. നിങ്ങളുടെ നാഷണാലിറ്റി, പിന്നെ ആർ യു പേഴ്സൺ ഓർഡിനറി ഡൊമിസൈൽ ഇൻ ദ യൂട്ടി ഓഫ് ജമ്മു. നമ്മൾ എല്ലാ ഫോം പൂരിപ്പിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. നോ എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ കൊടുക്കുക. നിങ്ങളെ കമ്മ്യൂണിറ്റി ചോദിക്കും, ഏതാണ് കമ്മ്യൂണിറ്റി എന്നുള്ളത് കൺഫേം കമ്മ്യൂണിറ്റി ചെയ്യുക. അത് അൺറിസർവ്ഡ് ആണ് ഏതാണ് അത് കറക്റ്റ് ചെയ്യുക. പിന്നെ ആർ യു എക്സ് സർവീസ് മാന്, ഡു യു ഹാവ് 3 years കണ്ടിന്യൂസ് സർവീസ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് പ്രൈവറ്റ് പോസ്റ്റ്, സെയിം അലൈഡ് കേഡേഴ്സ്, അങ്ങനെയൊക്കെ ചോദിക്കുക. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് അതിന്റെ ആൻസർ ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയാം, ആർ യു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ബെഞ്ച് മാർക്ക്, അത് ഓക്കെ ആണെങ്കിൽ എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ. ആർ യു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അത് ചോദിക്കുന്നുണ്ട്. ആർ യു എക്സ് സർവീസ് മാൻ ചോദിക്കുന്നുണ്ട്. ഡു യു ഹാവ് 3 years കണ്ടിന്യൂസ് അത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സർവീസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ്. ബാക്കി പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം താഴെ കൊടുത്തിട്ടുണ്ട്, മാരിറ്റൽ സ്റ്റാറ്റസ്, നിങ്ങളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാഹം കഴിഞ്ഞോ ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്, അതവിടെ കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊടുക്കുക. മാരിറ്റൽ സ്റ്റാറ്റസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അടുത്ത നിങ്ങൾക്ക് താഴെ ഒരു ക്യാപ്ച, നമ്മൾ ഫസ്റ്റ് പേജിൽ ചെയ്ത ഒരു ക്യാപ്ച വരും. ആ ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്യുക, ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ക്യാപ്ച കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ആ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത പേജിലേക്ക് വരും. അടുത്ത പേജ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് അപ്ലോഡ് പേജ് ആണ് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഫോട്ടോഗ്രാഫിന്റെ സൈസ്, അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെ സൈസ് എത്രയാണെന്ന് പറയാം. ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ 10 KB-ക്കും 200 KB-ക്കും ഇടയിലും JPG അല്ലെങ്കിൽ JPEG ഫോമാറ്റ് ആണ്. സിഗ്നേച്ചർ ആണെങ്കിൽ 10 KB-ക്കും 50 KB-ക്കും ഇടയിലായിരിക്കും. അതിവിടെ ബ്രൗസ് ഓപ്ഷൻ വരും. കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് തരിക, അതിന്റെ ബ്രൗസ് ചെയ്ത് ആ ഫോട്ടോ ഇടുന്ന ആ ഫോട്ടോയും സിഗ്നേച്ചർ ഇവിടെ സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. ഓക്കെ, സിഗ്നേച്ചർ നിങ്ങൾ നല്ലൊരു വെള്ള പേപ്പറിൽ, നല്ലൊരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള സിഗ്നേച്ചർ ഇട്ട് അത് സ്കാൻ ചെയ്ത് ഈ ഫോമാറ്റിൽ സ്കാൻ ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ ആ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറയുന്നത് അടുത്ത ഈ പേജാണ്. ഓക്കെ, വെരിഫിക്കേഷൻ ആണ് വരുന്നത്. പർട്ടിക്കുലേഴ്സ് ചെക്ക് ലിസ്റ്റ് ടു ബി വെരിഫൈഡ് എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം വരും. അതായത് നിങ്ങളുടെ നെയിം വെരിഫൈ, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കാറ്റഗറി, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അഡ്രസ്, ഫോട്ടോ, അതായത് ഇതെല്ലാം നിങ്ങൾ ഓക്കെ ആണോ. അതായത് കൈൻഡ്ലി വെരിഫൈ ഓൾ ദ പർട്ടിക്കുലേഴ്സ് ലിസ്റ്റഡ് ബിലോ കെയർഫുള്ളി ഓൺ സബ്മിറ്റഡ് ചേഞ്ചസ്. എന്താണ് ചേഞ്ചസ് ഇൻ ദ പ്രൊഫൈൽ വിൽ നോട്ട് ബി പോസിബിൾ. കണ്ടോ. ഓക്കെ, അതായത് ഫൈനൽ സബ്മിഷൻ ആണ്. അപ്പം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എഡിറ്റ് സെക്ഷനിൽ പോയിട്ട് ഒന്നും കൂടി നോക്കണം. സംശയം ഉണ്ടെങ്കിൽ, തെറ്റിട്ടുണ്ടോ, ശരിയാണോ, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, പേരിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഡേറ്റ് ഓഫ് ബർത്ത് മാറിയിട്ടുണ്ടോ, അച്ഛന്റെ അമ്മയുടെ പേര് മാറിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. നോക്കിയതിനു ശേഷം മാത്രം ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ ഡിക്ലെയർ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഐ എഗ്രി കൊടുക്കുക. ഓക്കെ, ഐ എഗ്രി കൊടുക്കുക. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഐ എഗ്രി കൊടുക്കുക, ദെൻ ഫൈനൽ സബ്മിഷൻ ആവും. ഇവിടെ ഫൈനൽ ഐ എഗ്രി കൊടുത്തിട്ട് ഫൈനൽ സബ്മിഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഫൈനൽ സബ്മിറ്റ് ആവും. ഫൈനൽ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് പേജിലേക്ക് പോകും. നെക്സ്റ്റ് പേജിലേക്ക് വരും. നെക്സ്റ്റ് പേജ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കാണുന്നത്. കറണ്ട് സ്റ്റാറ്റസ്, നിങ്ങളുടെ പേര് ഇവിടെ കാണും, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണും. അപ്പൊ ഇതിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട്, കാൻഡിഡേറ്റ് പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ട്. അപ്പം രജിസ്ട്രേഷൻ ഫോം, വി പ്രൊഫൈല്, മൊബൈൽ നമ്പർ വെരിഫൈഡ്, ഇമെയിൽ വെരിഫൈഡ്, ഇതെല്ലാം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, ദെൻ രജിസ്ട്രേഷൻ നമ്പർ ടു യൂസ് ഫോർ സബ്സിക്വന്റ്. അടുത്ത നെക്സ്റ്റ് സെക്ഷനിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ വെരിഫൈ നമ്പർ, നിങ്ങളുടെ ഈ ഇവിടെ കാണുന്ന രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുക്കുക. ദെൻ അപ്ലൈ നൗ, ഒന്നുകിൽ ഇവിടെ വെച്ച് അപ്ലൈ നൗ കൊടുക്കാം, അല്ലെങ്കിൽ ഇനി പ്രൊഫൈൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവസാനം എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കരുത്. എല്ലാം ഓക്കെ ആണെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട, അപ്ലൈ നൗ കൊടുത്ത് പോവുക. അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ OTR എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി OTR കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ അപേക്ഷിക്കാൻ പോവുകയാണ്. അതാണ് അപ്ലൈ നൗ. അപ്ലൈ നൗ എന്ന് പറയുമ്പോൾ അടുത്ത പേജ് ഇങ്ങനെ വരും.
ഓക്കെ, EMRS സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിനേഷൻ 2025 റിക്രൂട്ട്മെന്റ് പ്രിൻസിപ്പൽ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. EMRS സ്റ്റാഫ് സെലക്ഷൻ എക്സാമിനേഷൻ റിക്രൂട്ട്മെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ അപ്ലൈ TGT അപ്ലൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ ടീച്ചിങ് പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇതെന്തായിരുന്നു? പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ രണ്ടാമത്തത്, മൂന്നാമത്തത് നോൺ ടീച്ചിങ് പോസ്റ്റ്, നാലാമത്തെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുക. ഓക്കെ, PGT ആണോ, TGT ആണോ, അല്ലെങ്കിൽ നോൺ ടീച്ചിങ് ആണോ എന്നുള്ളത് ഏതാണോ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആണോ ഏതാണോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് ഈ അപ്ലൈ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി, അത് അപ്ലൈ ആയിക്കോളും. ഓക്കെ, ഏതാണോ അപ്ലൈ ചെയ്യാനുള്ളത് അപ്ലൈ ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. Note, you may update your profile before applying for any of the post listed above. Once you submit an application for any post, your profile will be frozen and further edits will not be allowed. If you wish to make any corrections, please return to the home page and update your profile accordingly. Proceed with caution. ഞാൻ പറഞ്ഞില്ലേ, അതായത് നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ്, നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് ഇവിടെ അപ്ലൈ നൗ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റിൽ പോവാം, അല്ലെങ്കിൽ ഇത് ലോഗ് ഔട്ട് ചെയ്ത് വീണ്ടും ഹോമിൽ വന്നിട്ട് ലോഗിൻ ചെയ്ത് അവിടെ ലോഗ് ഔട്ട് ഓപ്ഷനൊക്കെ ഇവിടെ കാണിക്കുമല്ലോ, ലോഗ് ഔട്ട് ചെയ്യാൻ വേണമെങ്കിൽ ലോഗ് ഔട്ട് ചെയ്തിട്ട് ഹോം ഓപ്ഷനിൽ വന്ന് ഒന്നേന്ന് നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് ഒന്നേന്ന് ഫോംസ് ആദ്യം മുതൽ വായിച്ചു നോക്കി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തിയതിനു ശേഷം അപ്ലൈ നൗ ചെയ്യുക. അപ്ലൈ നൗ കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഓക്കെ, യു മേ അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ ബിഫോർ അപ്ലൈയിങ് ഫോർ എനി ഓഫ് ദ പോസ്റ്റ്. അതാണ്ട അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രൊഫൈൽ നന്നായിട്ട് ചെക്ക് ചെയ്യണം. അതായത് ഒരു തവണ നിങ്ങൾ ആപ്ലിക്കേഷൻ ഒരു പോസ്റ്റിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാനോ എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ ബി ഫ്രോസൺ. ഓക്കെ, ഫർദർ എഡിറ്റ് വിൽ നോട്ട് ബി അലൗഡ് എന്നാണ് പറയുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി ഈ നോൺ ടീച്ചിങ്ങിനും ടീച്ചിങ് ആയാലും ഡിഫറെന്റ് പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒന്നിൽ തന്നെ വരും. അത് ഇപ്പൊ അങ്ങോട്ട് കാണിക്കാം, ഒരെണ്ണത്തിൽ തന്നെ എല്ലാം വരും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പം കാണിക്കാം, അടുത്ത പേജിൽ ഞാൻ കാണിക്കാം, അതൊന്ന് കാണിക്കാം. നിങ്ങൾക്ക് അതൊരു സംശയം കാണും, ഡിഫറെന്റ് പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാണും. ഞാൻ ഇത് വെച്ച് കാണിക്കാം. അതിവിടെ ജസ്റ്റ് കാണിച്ചിട്ട് അതിലേക്ക് വരാം. ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് അവിടെ കൊടുക്കാത്തതുകൊണ്ട്, ഇത് ചെയ്ത ആൾ അവിടെ കൊടുക്കാത്തതുകൊണ്ട് ആപ്ലിക്കേഷൻ ഫോം ഇൻകംപ്ലീറ്റ്, ഫീ പേയ്മെന്റ് ഇൻകംപ്ലീറ്റ് എന്ന് കാണിച്ചു. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണ്ട, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പൊ ഇത് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തില്ല, അപ്ലൈ ചെയ്യുന്ന നേരത്ത് ഇങ്ങനെ വരും. ഇതെങ്ങനെയാണ് വരുന്നത്? ഇതിപ്പോ നോൺ ടീച്ചിങ് ആണ്. അപ്പൊ ഇങ്ങനെ എല്ലാ പോസ്റ്റും ഇവിടെ വരും. അക്കൗണ്ടന്റ്, ഹോസ്റ്റൽ വാർഡൻ, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, ലാബ് അറ്റൻഡന്റ്, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, ഇങ്ങനെ വരുമല്ല. ഓക്കെ, നിങ്ങൾ PGT അപ്ലൈ ചെയ്യുമ്പോഴും PGTയുടെ എല്ലാ പോസ്റ്റ് 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഇങ്ങനെ കോളം വരും. നിങ്ങൾക്ക് ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി TGT ആണെങ്കിൽ TGT ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതായത് ഇങ്ങനെ ഇപ്പൊ 2 പോസ്റ്റ് അപ്ലൈ ചെയ്ത്, JSA അപ്ലൈ ചെയ്ത്, ലാബ് അറ്റൻഡന്റ് അപ്ലൈ ചെയ്ത്. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്യാപ്ച വരും. ക്യാപ്ച കൊടുക്കുക. അതായത് ഇതിപ്പോ JSA കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അതായത് നമ്മൾ JSAക്ക് ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ് വേണം, ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഉള്ള ഏതെങ്കിലും ഒന്നിലുള്ള 30 വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡ് വേണം. അത് ഇവിടെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ചോദിക്കും. ഇവിടെ ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ഓപ്ഷൻ ഉണ്ട്, അത് അവിടെ കൊടുത്തു പോകണം. ഓക്കെ, നമുക്ക് നോൺ ടീച്ചിങ് ടീച്ചിങ് ആകുമ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും വരത്തില്ല. ജസ്റ്റ് ക്യാപ്ച കൊടുക്കുക, പോസ്റ്റ് കൊടുക്കുക, പോസ്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. TGT ആണോ PGT ആണോ, TGT ഏതാണ് PGT ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, ക്യാപ്ച വരും, ക്യാപ്ച കൊടുത്തത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ആദ്യം 10ാം ക്ലാസ്സിലെ നിങ്ങളുടെ പാസ് സ്റ്റാറ്റസ്, ഇയർ ഓഫ് പാസിംഗ്, കോഴ്സ്, സ്ട്രീംസ്, യൂണിവേഴ്സിറ്റി, ബോർഡ് നെയിം, റിസൾട്ട് മോഡ്, അങ്ങനെ എല്ലാം ഉണ്ട്. അത് പിന്നെ രണ്ടാമത് 10th വരും. മൂന്നാമത് നിങ്ങളുടെ ഗ്രാജുവേഷൻ, നാലാമത് നിങ്ങളുടെ PG, അഞ്ചാമത് നിങ്ങളുടെ CTET എന്നുള്ള ക്വാളിഫിക്കേഷൻ, അത് TGTക്ക് CTET എന്ന ക്വാളിഫിക്കേഷൻ, അത്രയും വരും. അതിനുശേഷം സിഗ്നേച്ചർ കാര്യങ്ങളെല്ലാം ഇവിടെ വരും. വെരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇട്ട സിഗ്നേച്ചർക്ക് ഇവിടെ വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി ഇതെല്ലാം ചെക്ക് ലിസ്റ്റ് വെരിഫൈ ചെയ്യാനായിട്ട്
അപ്ലൈ ഫോർ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരും. ഡിക്ലറേഷൻ കൊടുക്കുക, ഐ എഗ്രി കൊടുക്കുക, ഫൈനൽ സബ്മിഷൻ ചെയ്യുക. ഓക്കെ, ഫൈനൽ സബ്മിഷൻ ചെയ്യുക. ഫൈനൽ സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ വ്യൂ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റഡ്. ഇനി ഫീ പേയ്മെന്റ് ആണല്ലോ, ഇൻകംപ്ലീറ്റ് വരും, കാരണം ഫീ ചെയ്തില്ലല്ലോ. ഓക്കെ, അതിന് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എഡിറ്റ് ആപ്പ്, ഇവിടെ ഉണ്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യണം. അവസാനം നിൽക്കരുത്, എഡിറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കൊടുത്ത കാസ്റ്റ് കമ്മ്യൂണിറ്റി അനുസരിച്ച് ആ ഫീ ഇവിടെ കാണിക്കും. ഓക്കെ, വേണം. പിന്നെ നമുക്ക് വേറൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ താഴെ വരും. അതാണ് എല്ലാവരും ചോദിച്ച സംശയം. ഒരുപാട് പോസ്റ്റിലേക്ക് താഴെ വരും, ഓപ്ഷൻ വരും, ക്ലിക്ക് ടു വിസിറ്റ് അനദർ പോസ്റ്റ്. മറ്റൊരു, അതായത് ഒരെണ്ണത്തിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തേക്കും ഫീസ് കൊടുക്കാനായിട്ട്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, ആ ഫീ പേയ്മെന്റ് ഡീറ്റെയിൽസ് വരും, എമൗണ്ട്, കസ്റ്റമർ ID കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. കാൻഡിഡേറ്റ്സ് നെയിം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം ഇവിടെ വരും. പ്രൊസീഡ് ടു പേയ്മെന്റ് കൊടുക്കുക. പ്രൊസീഡ് ടു പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI, ഭീം, QR, അങ്ങനെ ഏത് വേണം ചെയ്യാം. ജസ്റ്റ് മേക്ക് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് ആയി. ഇത്രയാണ് ആക്ച്വലി ഈ ആപ്ലിക്കേഷൻ അയക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. ഇത്ര കഫേയിലൊക്കെ പോയിരുന്ന് ചെയ്യുന്നവര് അറിയാവുന്നുള്ള, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാവുന്നുള്ള ആൾക്കാരുമായിട്ടിരുന്ന്, അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുകിൽ നിങ്ങളെ ഡാറ്റാസ് കൊണ്ട് കൊടുത്തിട്ട് പോകും, അവർ തോന്നി കണക്ക് ചെയ്തു വെക്കും. ദയവ് ചെയ്ത് നിങ്ങൾ റെയിൽവേക്ക് സംഭവിച്ചതുപോലെ ചെയ്യരുത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളും കൂടി കൂടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കഫേ കയറിയേ ചെയ്യാവൂ. നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കൂടെ ഇരുന്ന്, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് കുറവാണെങ്കിൽ അവർ ചെയ്തോട്ടെ, പക്ഷെ 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ പ്രൂഫ് റീഡ് ചെയ്ത് കറക്റ്റ് ആണോ നോക്കി ചെക്ക് ചെയ്ത് നോക്കി വേണം ചെയ്യാനായിട്ട്, കേട്ടോ. ഇത് ഞാൻ പറഞ്ഞപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ചെയ്ത് വരുമ്പോഴത്തേക്ക് സിമ്പിൾ തന്നെയാണ്, വളരെ സിമ്പിൾ തന്നെയാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ഒന്നുമല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അപ്ലൈ പെട്ടെന്ന് ചാടി കയറി ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഇത് കണക്കുള്ള തെറ്റുകൾ വരും. മനസ്സിലായില്ലേ? നിങ്ങളുടെ OTR തന്നെ കംപ്ലൈന്റ് ആയി പോവും, പ്രശ്നമായി പോവും. അപ്പൊ അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. അതായത് ഒരു ലെറ്ററോ അക്ഷരമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂസ് ആയിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഒരു ഉപയോഗം ഇല്ലാതായി പോകും, കേട്ടോ. അപ്പൊ ഓരോ സ്റ്റെപ്സിലും എന്താണ് വളരെ കൃത്യതയോടുകൂടി നോക്കി ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മര്യാദയ്ക്ക് പോയി പരീക്ഷ എഴുതാൻ പറ്റും. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചിരിക്കേണ്ടി വരും. ഫീസും അടച്ച് പരീക്ഷയും വന്നില്ല, പഠിക്കുകയും ചെയ്ത് പരീക്ഷ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം കണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവര് കമന്റ് സെക്ഷനിലൂടെ, അതായത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ കമന്റിലൂടെ ചോദിക്കുക. അല്ലാത്തവര് തീർച്ചയായിട്ട് ഈ കാണുന്ന നമ്പറിൽ, നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പറിൽ, ഈ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കാവുന്ന 77 36 75 0473 പറയുന്ന ഈ നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് ചോദിക്കുക. എല്ലാം ക്ലിയർ ചെയ്ത് തരും. ഒന്നും കൂടി ഞാൻ പറയുകയാണ്, എന്താണ്, ദയവ് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് കൊണ്ടു കൊടുത്തിട്ട് പോകാതെ നിങ്ങളും കൂടി കൂടെ ഇരുന്ന് കൃത്യത കൂടി ചെയ്യൂ. കാരണം 2000, 2500, 1500 ഒക്കെ അടച്ച് ചെയ്യുന്നതാണ്. ഡിഫറെന്റ് പോസ്റ്റ് ആണെങ്കിൽ 5000 രൂപ വരും. ഇപ്പൊ TGTയും PGTയും കൂടെ അപ്ലൈ ചെയ്യണമെങ്കിൽ 5000 രൂപ വരും. അപ്പൊ അത്രയും പൈസ കൊടുത്ത് ചെയ്യേണ്ട പോസ്റ്റ് ആണ്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി നൽകാം. അതുപോലെ തന്നെ ഈ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ ക്ലാസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി EMRSന്റെ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് താഴെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആണ്. നമ്മുടെ ക്ലാസ് ലൈവ് പ്ലസ് റെക്കോർഡഡ് ആണ്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആണ്. അതോടൊപ്പം തന്നെ, അതായത് എല്ലാ ക്ലാസ്സുകളും ലൈവ് ആണ്, റെക്കോർഡഡും ആണ്.
ലൈവ് കയറിയാലും കുഴപ്പമില്ല, റെക്കോർഡർ കിട്ടുമല്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ NCERT ബേസ്ഡ് ആയിട്ടുള്ള അടിപൊളി നോട്ട്സ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു 10,000 പ്ലസ് ഒരു 10,000 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും 10,000 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തരുന്നു. പ്ലസ് അത്രയും തന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, അത് ചെയ്താൽ തന്നെ നിങ്ങൾ സെറ്റ് ആവും. അപ്പം ആ രീതിയിലുള്ള കോച്ചിങ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കുക. ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ പറയാൻ പറ്റുന്ന ഡൗട്ട്സുകളെ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാവൂ, അല്ലാതെ തീർച്ചയായിട്ടും വിളിച്ചു ചോദിക്കുക. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഗ്രേഡ് സിസ്റ്റത്തിൽ പഠിച്ചവര് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ മാർക്ക് തന്ന സമയത്ത് ആ മാർക്ക് എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്, അതായത് നമ്മൾ ഗ്രേഡിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഗ്രേഡ് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല, നമ്മുടെ മാർക്കാണ് പെർസെന്റേജ് ആണ് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉണ്ട്. മാർക്ക് പെർസെന്റേജ് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഗ്രേഡ് ആയിരിക്കും തന്നിരിക്കുന്നത് അല്ലേ, 6.2, 9.2, 7.8 എന്നൊക്കെ പറഞ്ഞുള്ള ഗ്രേഡ് ആയിരിക്കും തന്നിരിക്കുന്നത്. നിങ്ങൾ മാർക്ക്, അതായത് PGT ആയിരുന്നാലും TGT ആയിരുന്നാലും ഗ്രേഡ് സിസ്റ്റത്തിൽ പഠിച്ചവര്, അപ്പൊ അവർക്ക് ആ ഗ്രേഡ് സിസ്റ്റത്തിനെ എങ്ങനെയാണ് മാർക്കിലേക്ക് ആക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പെർസെന്റേജിലേക്ക് ആക്കേണ്ടത് എന്നുള്ളത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതേ രീതിയിൽ പെർസെന്റേജിലേക്ക് ആക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഓൾറെഡി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ കാണും, അത് വെച്ച് തന്നെ നിങ്ങൾ ടോട്ടൽ അഗ്രിഗേറ്റ് എടുത്ത് ക്യുമുലേറ്റീവ് എടുത്ത് മാർക്ക് ബേസ് എങ്ങനെ പോയി കഴിഞ്ഞാലും 50% താഴെ എടുക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ തെറ്റായിരിക്കും നിങ്ങളുടെ മാർക്ക്. നിങ്ങൾ 50% മുകളിലുള്ള ഗ്രേഡ് ആണ്, പക്ഷെ മാർക്ക് എടുക്കുമ്പോൾ 50% താഴെ വരണമെങ്കിൽ നിങ്ങൾ എടുത്തത് തെറ്റായിരിക്കും. അപ്പൊ 50% മുകളിലായിരിക്കണം നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ റൂൾസ് എന്ന് പറഞ്ഞാൽ 50% റൂളാണ്. മാർക്ക് 50% മുകളിലായിരിക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ TGTക്ക് അപ്ലൈ ചെയ്യുമ്പോഴായാലും PGTക്ക് അപ്ലൈ ചെയ്യുമ്പോഴായാലും കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, അതിനെപ്പറ്റി ഗ്രേഡിങ്ങിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഗ്രേഡ് സിസ്റ്റം ചെയ്യേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾക്ക് ആ മാർക്ക് ലിസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഗ്രേഡിംഗ് മാർക്ക് ക്യുമുലേറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്, ടോട്ടൽ പെർസെന്റേജ് എടുക്കേണ്ടതെന്നൊക്കെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ചെയ്തെടുക്കുക. അതിനുശേഷമാണ് അത് മാർക്ക് കൊടുക്കേണ്ടത് കേട്ടോ. മാർക്ക് വെച്ചാണ് അപ്ലൈ ചെയ്യേണ്ടത്, പെർസെന്റേജ് വെച്ചിട്ട്. ഓക്കെ, ചോദിക്കുക. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.